ഹായ് എവരി വൺ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. ലൈഫിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന, നീറ്റ് എക്സാം എഴുതിയെടുത്ത, നീറ്റ് എക്സാം ഈ തവണ ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത, എന്നാൽ ഫ്യൂച്ചറിൽ ഡോക്ടർ ആവണം. പക്ഷെ ഡോക്ടർ ആകണം എന്ന് തന്നെ അല്ല ആവേശം. ഈ ലൈഫിൽ സക്സസ് ആകുമെന്ന് പറഞ്ഞാൽ ഡോക്ടർ ആകാമെന്ന് മാത്രമൊന്നും അല്ല. ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, ആർമിയിൽ പോകാം, ഡിഫറെന്റ് ഓപ്ഷൻസ്. നിങ്ങൾ നിങ്ങളുടെ പാഷന്റെ പിന്നാലെ ഓടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അങ്ങനെ ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. പക്ഷെ ആഫ്റ്റർ ഓൾ ഞാൻ ഇതിൽ സംസാരിക്കാൻ പോകുന്നത് നീറ്റ് 2025 എക്സാമിനെ പറ്റി, ഇനിയും വരാൻ പോകുന്ന എക്സാമിനെ നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം, ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ മാത്രമാണ് ഈ വീഡിയോ. പിന്നെ നമ്മുടെ കുറച്ച് ഡേറ്റാസും അനാലിസിസും ഒന്ന് നടത്തുന്നു. ദാറ്റ്സ് ഓൾ. 2025 നീറ്റിന്റെ റിസൾട്ട് വന്നു. നിങ്ങളെല്ലാവരും ഓൾറെഡി സ്കോർ ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ കുറെ വിദ്യാർത്ഥികൾ പേഴ്സണലി എന്നെ വിളിക്കുകയും കോൺടാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. നല്ല സ്കോർ വാങ്ങിയ മക്കളൊക്കെ ഉണ്ട്. അവർ ആഗ്രഹിച്ചതുപോലെ പുതിയൊരു മെഡിക്കൽ കോളേജിലേക്ക് ഈ വരുന്ന വർഷം അഡ്മിഷൻ ഒക്കെ എടുക്കാൻ പോവുകയാണ്. സോ വൺസ് അഗെയിൻ അഡ്മിഷൻ ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന, നല്ല സ്കോർ വാങ്ങിയ എല്ലാ സ്റ്റുഡൻസിനും വൺസ് അഗെയിൻ ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ ഈ നാടിന് എന്താ പറയുന്നത്, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, സർവ് ചെയ്യുന്ന രീതിയിൽ അടിപൊളി ഒരു ഡോക്ടറായി ഫ്യൂച്ചറിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി എൻട്രൻസ് കിട്ടാത്ത കുട്ടികളോടാണ്, നിങ്ങൾ അതിയായ പാഷൻ ഉണ്ട്, നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ, സ്ട്രഗിൾ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്വപ്നത്തിന്റെ പിന്നാലെ ഓടാം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റികളും ഈ നാട്ടിലുണ്ട് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നിങ്ങളോട് ചാനലിലൂടെയും ഓഫ്ലൈനായും ഓൺലൈനായും പല മാധ്യമങ്ങളിലൂടെയും സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഈ ലോകത്തിലെ ഏതൊരു അധ്യാപകനെ, ഏതൊരു മനുഷ്യനെ എടുത്തോളൂ, അവരും അവരുടെ ലൈഫിൽ പല സ്ഥലങ്ങളിൽ തോറ്റുപോയവരാണ്. തോറ്റതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അവിടുന്ന് ചാടി എഴുന്നേറ്റ് സക്സസ് ആയവരാണ് 90% മുകളിലുള്ള ആൾക്കാർ. നിങ്ങൾ കാണുന്നവർ എല്ലാവരും അത് തന്നെയാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ആരും ഒരൊറ്റ സുപ്രഭാതത്തിൽ ജയിച്ചു കയറി വന്നവരൊന്നും അല്ല. പിന്നെ ചിലർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കയറി വരും, ചിലർ സെക്കൻഡ് അറ്റംപ്റ്റിലായിരിക്കും, ചിലർ 5ാമത്തെ അറ്റംപ്റ്റിലായിരിക്കും. ഡിപ്പെൻഡ്സ് ഓൺ ദെയർ ഡെഡിക്കേഷൻ, ദെയർ പാഷൻ, ദെയർ പേഷ്യൻസ്. അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഇതിൽ ഏതിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ആ കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ വൺസ് അഗെയിൻ എൻ്റെ എല്ലാ സ്റ്റുഡൻസിനും ഈ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. നീറ്റ് 2025 റിസൾട്ട് ഒക്കെ വന്ന് നിങ്ങൾ ഓൾറെഡി പലരും അതൊക്കെ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. നമ്മുടെ ഈ വർഷത്തെ ഒരു എക്സ്പെക്ടഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 527, 28, 530 എന്ന് വെച്ചോളൂ. 530 റേഞ്ചിലാണ് പറയുന്നത്. എക്സാമിൽ ഒരു 530 ആണെങ്കിൽ സേഫ് സ്കോർ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ല ഗവൺമെന്റ് കോളേജിൽ പഠിക്കാൻ പറ്റും. ഈ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ ചാനലിൽ ഒരു മാസത്തിന് മുമ്പ് നീറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ അവിടെ എക്സ്പെക്ടഡ് കട്ട് ഓഫിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ട് ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിരുന്ന റേഞ്ച് 520ക്കും 560ക്കും ഇൻ ബിറ്റ്വീൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് മാക്സിമം മാർക്കും മിനിമം മാർക്കും ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടാണ് ഒരു റേഞ്ച് പറഞ്ഞത്. എന്തായാലും നമ്മൾ പ്രെഡിക്ട് ചെയ്ത പോലെ തന്നെ ഇതിന് ഇൻ ബിറ്റ്വീൻ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ 520+ എന്നാണ് പറഞ്ഞിരുന്നത്. ഒരു 527, 528 റേഞ്ചിലേക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ സ്കോർ ഒരു 528, 530 റേഞ്ചിന് മുകളിലോട്ടാണെങ്കിൽ യു ആർ സേഫ്. നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് സീറ്റിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പറ്റും. ഇനി അതിന്റെ തൊട്ട് താഴേക്ക് വരുന്ന മാർക്കുകളാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ്ങിലോ BDSലേക്കോ ഒക്കെ പോകാൻ പറ്റും. ഇനി അടുത്തൊരു കാര്യം, അതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. ഇനി നമുക്ക് പെട്ടെന്നൊരു അനാലിസിസ് ഒന്ന് മനസ്സിലാക്കി വരാം. എഴുതിയ മാർക്കിന്റെ റേഞ്ചും നമ്പർ ഓഫ് സ്റ്റുഡൻസും ആണ്. ആദ്യത്തെ 686 651 ഈ റേഞ്ചിന് ഇൻ ബിറ്റ്വീൻ ഉള്ളത് 73 സ്റ്റുഡൻസ് ആണുള്ളത്, 73 സ്റ്റുഡൻസ്. അതുപോലെ തന്നെ 650നും 601നും ഇടയിൽ 1259 സ്റ്റുഡൻസ് ആണ് മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ബാക്കി ഡീറ്റെയിൽസ് അല്ല, ഞാൻ ഓരോ മാർക്ക് വൈസ് ഇത്ര മാർക്കിന് ഇൻ ബിറ്റ്വീൻ എത്ര കുട്ടികൾ ഉണ്ടെന്നുള്ള മാർക്കിന്റെ റേഞ്ചും നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതാണ്ട് ഈ റേഞ്ച് വരെ ഉള്ളവർ ഉറപ്പിച്ചു വെച്ചോ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചിരിക്കും. 100% ഷുവർ, 100%. അതിനകത്ത് യാതൊരു തർക്കവും വേണ്ട. 551 എന്ന് പറഞ്ഞാൽ സേഫ് സോൺ ഓഫ് സേഫസ്റ്റ് ഓഫ് ദ സേഫ് സോൺ എന്ന് പറയാം. ഇതിന്റെ മുകളിൽ നിങ്ങളുടെ സ്കോർ എങ്കിൽ ഉറപ്പിച്ചു നിങ്ങൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ്. പക്ഷേ ഈ 550, 501 ഇൻ ബിറ്റ്വീൻ വന്നാൽ നിങ്ങൾക്കൊരു, ഞാൻ പറയുന്നു, ഒരു 530 റേഞ്ചിലേക്കൊക്കെ നിങ്ങളുടെ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടും, 100%. ഇനി അതിനുശേഷം ഉള്ളവർക്ക് BDS പോലത്തെ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിൽ പഠിക്കാം. പ്രൈവറ്റ് കോളേജുകളിലേക്ക്
പോകാം. അത് ഓരോരുത്തരുടെ ഓപ്ഷൻ അനുസരിച്ച് ഡിസിഷൻ എടുക്കേണ്ട കാര്യമാണ്. അപ്പൊ ഏതാണ്ട് 530 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു 25,000 സംതിങ് റേഞ്ചിലേക്കാണ് നിങ്ങളുടെ റാങ്ക് വരാൻ പോകുന്നത്. ആ റാങ്ക് വരെ ഉള്ളവർക്ക് ഒരു 530 പ്ലസ് ഒരു 25,000 റേഞ്ചിലേക്ക് നിൽക്കുന്നവർക്ക് കേരളത്തിലുള്ള ഓൾ ഇന്ത്യ ലെവലിലുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ പഠിക്കാം. അതിനുശേഷമുള്ളവർക്ക് നിങ്ങളുടെ കറസ്പോണ്ടിങ് മാർക്കിനനുസരിച്ച് ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, എനിക്ക് ഡോക്ടറായേ പറ്റൂ, ബട്ട് സ്റ്റിൽ എന്റെ സ്കോർ നിൽക്കുന്ന 501 അല്ലെങ്കിൽ 450, എന്നെ ഒത്തിരി പേര് കോൺടാക്ട് ചെയ്ത കാര്യമാണ്. 450 ഈ ഒരു സ്കോറിലേക്കാണ് നിൽക്കുന്നത്. എന്നെ പേഴ്സണലി വിളിച്ച് ഇന്നുകൂടി മെസ്സേജ് അയച്ചവരുണ്ട്, സാർ നിങ്ങളുടെ സെന്ററിൽ റിപ്പീറ്റർ ബാച്ച് ഉണ്ടോ, അല്ലെങ്കിൽ ഫിസിക്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ. ഞാൻ പഠിപ്പിച്ച കുട്ടികളും വേറെ എന്റെ ഓൺലൈൻ ക്ലാസ് കണ്ടവരൊക്കെ പേഴ്സണലി കോൺടാക്ട് ചെയ്തവരൊക്കെ ഉണ്ട്. നിങ്ങളോടൊക്കെ എന്നെ ആര് വിളിച്ചു, അതുപോലെ കുറെ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാർ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയും, കേരളത്തിലുള്ള പ്രമുഖമായ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേര് എന്നോട് ചോദിക്കും. എന്നിട്ട് ചോദിക്കും അവിടെ പഠിക്കണോ ഇന്നടുത്ത് പഠിക്കണോ. ഇത് ചോദിക്കാനുള്ള റീസൺ വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ 2 വർക്ക് ചെയ്തൊരു അധ്യാപകനാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എന്നോട് വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് എക്സ് ഓർ വൈ, ഐ മീൻ എ ഓർ ബി, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇന്ന 2 സെന്ററിൽ പഠിക്കണം. ഒരാളോട് പോലും ഇന്ന് വരെയും ഞാൻ ഒരു സെന്ററിന്റെ പേര് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, അത് ഇറ്റ്സ് ഓൾ അബൌട്ട് അല്ലെങ്കിൽ അപ് ടു യു, ആ സ്റ്റുഡന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ 2 സെന്ററിന്റെയും അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും വ്യക്തമായിട്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാര്യം ഇവിടെ പഠിപ്പിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ അവരോട് അത് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിലോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ ഒബ്വിയസ്ലി ഒന്ന് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം, രജീഷ്_രാധാകൃഷ്ണ പിള്ള എന്നാണ് എന്റെ ഇൻസ്റ്റാഗ്രാം പേജ്. റിപ്പീറ്റ് ചെയ്യാനോ റിപ്പീറ്റ് ചെയ്യാനോ ആഗ്രഹിക്കുന്നു ബട്ട് സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നവർക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. കേരളത്തിലെ ടോപ്പ് 2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് ഒരു അനാലിസിസ് നടത്തി നിങ്ങൾക്ക് പറ്റുന്നത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതൊന്നും അല്ല, നിങ്ങൾക്ക് ഫിസിക്സിനാണ് പ്രശ്നം, ഫിസിക്സിനെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എനിക്കും എന്റെ ടീമിനും ഫിസിക്സ് അല്ല എല്ലാ സബ്ജക്റ്റിനും പറ്റും. പക്ഷെ ഞാനൊരു ഫിസിക്സ് അധ്യാപകനായതുകൊണ്ടും നിങ്ങൾക്ക് ഫിസിക്സ് ഏറ്റവും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചത്. ഓക്കെ, അതൊക്കെ അവിടെ വിടുക, നമുക്ക് ആ കാര്യങ്ങളൊക്കെ വിടാം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതൊക്കെ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അറ്റ് യു. അല്ലാതെ എന്റെ മോട്ടിവേഷൻ കേട്ടിട്ടോ വേറൊരാൾ പറയുന്നത് കേട്ടോ അല്ല അത് ചെയ്യേണ്ടത്, സ്വയം തീരുമാനം എടുക്കുക. ഇനി അടുത്തൊരു കാര്യം, കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് പല ചാനൽ ചർച്ചകൾ, ഈ വീഡിയോ ഞാൻ കുറച്ചുകൂടെ നേരത്തെ ചെയ്യണമെന്നുണ്ടായിരുന്നു, ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ്സിന്റെ തിരക്കായതുകൊണ്ട് വിട്ടുപോയതാണ്. ചാനൽ ചർച്ചയല്ല, പലരും യൂട്യൂബിൽ നിന്ന് പറയുന്ന ഒരു ആരെയും ക്രൂശിക്കാനോ ഒരു സ്ഥാപനത്തിന്റെ ഒരു വ്യക്തിയോ ആരുടെ പേരെടുത്ത് പറയാനോ ഉദ്ദേശിച്ചിട്ടില്ല. അത് പറയാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, വേറൊരാളെ കരിവാരി തേച്ചിട്ടല്ലല്ലോ നമ്മൾ നന്നാവേണ്ടത്. അത് നമ്മൾ സ്വയം നന്നാവുക. അപ്പൊ ഞാൻ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് അല്ല എന്ന് എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ വേറെ ആരും കുറ്റം പറയാൻ ഇന്ന് വരെയും പോവുകയില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് തോന്നിയ ഒരു വിഷമം, അതായത് കേരളത്തിലെ കുട്ടികൾക്ക് 100-നകത്ത് റാങ്ക് ഇല്ല എന്ന് പറയുന്നു. കേരളത്തിലെ കുട്ടികൾക്ക് 100-നകത്തില്ല എന്ന് പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും എൻട്രൻസിനെ പഠിപ്പിച്ചവരാണ്, അവർക്ക് 100-നകത്തില്ല. എന്നാൽ 100-ന് തൊട്ടടുത്ത് റാങ്ക് വാങ്ങിയ നല്ല കുട്ടികൾ വേറെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ടെന്നേ, അത് പറയത്തുമില്ല. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് പറയാനും അവർക്ക് പറ്റത്തില്ല, കാര്യം അത് പറഞ്ഞ മോശമല്ലേ, ഇപ്പുറത്തെ അഡ്മിഷൻ പറയില്ലേ. എനിക്ക് പേഴ്സണലി ഇത്രേ പറയാനുള്ളൂ, 100-നകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, കേരള ലിസ്റ്റിൽ വരുമ്പോൾ 1ാം റാങ്കിലുണ്ടല്ലോ ഒരു പെൺകുട്ടിയാണ് വാങ്ങിയേക്കുന്നത്, മിടുക്കി, അത്രേ ഉള്ളൂ. എനിക്കതേ പറയാനുള്ളൂ. മിടുക്കി, അടിപൊളി, പഠിച്ചു, കഷ്ടപ്പെട്ടു, ഏത് സെന്ററിൽ പഠിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ അടിപൊളി റിസൾട്ട് ഉണ്ട്. ഒബ്വിയസ്ലി ഇത്രയും ഒരു ഡിഫിക്കൽട്ട് എക്സാം ആണ്. ആ ഡിഫിക്കൽട്ട് എക്സാമിന് 104 ആണെന്നാണ് എന്റെ ഓർമ്മ, ഓൾ ഇന്ത്യ റാങ്ക്, എനിക്ക് കൃത്യം ഓർക്കുന്നില്ല. ആ മിടുക്കി കുട്ടി അവള് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് സ്കോർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, സൂപ്പർ. അത്ര എനിക്ക് പറയാനുള്ളൂ. അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 1-2 കാര്യങ്ങൾ നമുക്ക് അതിനെ പറ്റിയൊക്കെ വളരെ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്നത് ആർക്കെങ്കിലും കൊള്ളുമോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ മനസ്സിൽ നിന്ന് പറയണമെന്ന് തോന്നി, പറയേണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. നമുക്കിപ്പോ അറിയാം, സിവിൽ സർവീസ് എക്സാം എടുത്തോളൂ, നാഷണൽ ഡിഫൻസ് അക്കാഡമി, എത്ര പേര് കേരളത്തിൽ നിന്ന് എഴുതുന്നുണ്ടെന്ന് പോലും ഇവിടെ ആർക്കും അറിയത്തില്ല. NDA എക്സാംസ് എഴുതിക്കോളൂ, സിവിൽ സർവീസ് എക്സാം നിങ്ങൾ എടുക്കൂ, UPSC ഗവൺമെന്റ് നടത്തുന്ന എക്സാമുകൾ നിങ്ങൾ എടുക്കൂ, നീറ്റ് നിങ്ങൾ നോക്കൂ, JEE എക്സാമുകൾ നോക്കൂ. 5 ഡിഫറെന്റ് എക്സാമുകൾ ഞാൻ നാഷണൽ ലെവലിൽ നടക്കുന്ന എക്സാമുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞു, കേരളത്തിലെ കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്ന നാഷണൽ ലെവലിലെ എക്സാം. ഈ എക്സാമില് നമ്മുടെ നാട്ടിലെ എത്ര ആൾക്കാർ കര കയറുന്നുണ്ട്? സിവിൽ സർവീസ്, UPSC, ഏത് എക്സാം എടുത്തോളൂ, കര കയറുന്നില്ല. അപ്പൊ അതിന്റെ റീസൺ ആ കുട്ടിയുടെ കുഴപ്പമൊന്നുമല്ല. നമ്മുടെ കുട്ടികൾ ഒരു ഹയർ ലെവലിന് അപ്പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ അതിന്റെ റീസൺ, അതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വവും ഒരാളിൽ ഒതുങ്ങുന്നതല്ല, അത് കുറെ പേരിൽ നിൽക്കുന്ന കാര്യമാണ്. 1, കുട്ടി തന്നെയാണ്, സ്റ്റുഡന്റിന് പ്രശ്നമുണ്ട്. 2, പേരൻസിന് പ്രശ്നമുണ്ട്. 3, അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് പ്രശ്നമുണ്ട്.
4 ആ ടീച്ചിങ് സംവിധാനം, സ്കൂളുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് പ്രശ്നമുണ്ട്. 5 ഗവൺമെന്റിന്റെ കയ്യിലും പ്രശ്നമുണ്ട്. നമ്മൾ ഈ 5 ആൾക്കാരോട് ചേർന്ന് ഒരു എന്താ പറയുന്നത് ഒരു കരിയർ ചൂസ് ചെയ്യുമ്പം എല്ലാവരും പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും ആവണ്ട, അതിന്റെ ആവശ്യമില്ല. എന്തിനാ ഈ നാട്ടുകാർ മൊത്തം കൂടെ ഡോക്ടറായിട്ട് എന്ത് കാണിക്കാനാ? പക്ഷെ അതിന് പാഷനുള്ള കുട്ടിയെ കണ്ടെത്തിയിട്ട് അങ്ങേ അറ്റം സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നാണ് എന്റെ അഭിപ്രായം. അതാണ്. ഈ 5 സിസ്റ്റവും ഒന്ന് ചേർന്ന് നിന്നാൽ, കുട്ടി, പേരൻസ്, ടീച്ചേഴ്സ്, സ്കൂളുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഗവൺമെന്റ്, ഈ 5 സിസ്റ്റവും ഒന്നിച്ചു നിന്നാൽ, കുട്ടികളുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞാൽ ആ കുട്ടിയെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എത്രയും നേരത്തെ സപ്പോർട്ട് ചെയ്യുക, അത് ചെയ്യുക. നമ്മുടെ നാട്ടിലെ റാങ്ക് ഈ നീറ്റ് പോലത്തെ അല്ലെങ്കിൽ UPSC പോലത്തെ പല എക്സാമുകൾ, JEE പോലത്തെ എക്സാമുകൾ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ 100ന് പുറത്തേക്ക് പോകാനുള്ള റീസൺ, അതിന്റെ പ്രധാന പ്രശ്നം എന്താ? നമ്മൾ കതിരെ കൊണ്ട് വളം വെക്കുന്നത്. +1 +2 എത്തുമ്പോഴായിരിക്കും ഒരു നല്ലൊരു ശതമാനം കുട്ടികൾ എൻട്രൻസിനെ പറ്റി തിരിച്ചറിയുന്നത്. +2 ശേഷമാണ് അവർ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യുന്നത്. എല്ലാവരും, ഞാൻ പറഞ്ഞില്ല എല്ലാവരും എൻട്രൻസ് എഴുതേണ്ടവരല്ല, എല്ലാവരും ഡോക്ടർ ആവേണ്ടവരും അല്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഒരു കുട്ടിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ആരാണ് കണ്ടുപിടിക്കേണ്ടത്? പേരൻസിന് കണ്ടുപിടിക്കാൻ പറ്റും. എൻട്രൻസിന് റിപ്പീറ്റേഴ്സിനെ പഠിപ്പിക്കുന്ന അധ്യാപകനെ ഒരു കുട്ടി എൻ്റെ അടുത്ത് എത്തുന്നത് +2 കഴിഞ്ഞതിന് ശേഷമാണ്. +2 കഴിഞ്ഞതിന് ശേഷം അവന്റെ പൊട്ടൻഷ്യൽ കുറെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ വളരെ ഈസി ആയിട്ട് അവൻ 8, 9, 10 പഠിക്കുമ്പോൾ അവന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എനിക്ക് എല്ലാ പേരൻസിനോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, റിപ്പീറ്റോ റീറിപ്പീറ്റോ, ഡോക്ടർ ആവോ, എഞ്ചിനീയർ ആക്കോ, പൈലറ്റ് ആക്കോ ഒക്കെ ചെയ്യാം നമുക്ക്. അതുപോലെ ആർമിയിൽ വിടാൻ, നേവിയിൽ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ പറ്റും. ഇനി അവന് ഡാൻസർ ആവണേ ആയിക്കോട്ടെ, അവന് പാട്ട് പാടാനെ പാടിക്കോട്ടെ, അത് അവന് ഇഷ്ടമുള്ള എന്താണോ അത് അവന്റെ ചെറുപ്പത്തിലേ കണ്ടുപിടിക്കുക. ആ ചെറുപ്പത്തിൽ അവനെ ആ വഴിയെ ഡയറക്റ്റ് ചെയ്യണം, ഉറപ്പായിട്ടും അതാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കുട്ടികൾ, മക്കൾ, അനിയന്മാർ, അനിയത്തിമാർ, ഈ പറഞ്ഞ കുട്ടികൾ ഇതുപോലൊരു കോമ്പറ്റേറ്റീവ് എക്സാം, സിവിൽ സർവീസ് ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, ഏതൊരു എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടോ, 8ാം ക്ലാസ്സിലെങ്കിലും മിനിമം തുടങ്ങണം ഈ പണി. അതാണ് റിയാലിറ്റി. 100-നകത്ത് നമ്മുടെ ഒരു കുട്ടിക്ക് പോലും, കേരളത്തിലെ ഒരു കുട്ടിക്ക് പോലും റാങ്ക് ഇല്ലാത്തതിൽ അതിയായ വിഷമം എനിക്കുണ്ട്. എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആവണമെന്നോ, A എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടോ B എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ആരെങ്കിലും ഒക്കെ എവിടുന്നേലും വാങ്ങട്ടെന്നേ. ആര് റാങ്ക് വാങ്ങിയാൽ എന്താ? കുട്ടികൾക്ക് കിട്ടട്ടെ, അവർ പോയി പഠിക്കട്ടെ. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നോ, ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. കേരളത്തിനകത്ത് 100-നകത്ത് ഒരു റാങ്ക്, ശരിയാണ്, 100-നകത്ത് നിങ്ങൾ നോക്കൂ, തമിഴ്നാട് ജില്ലകൾ, നമ്മൾ 100% ലിറ്ററസി സാറെന്ന് പറഞ്ഞ് നടന്നിട്ട് നീറ്റ് പോലൊരു എക്സാമിന് ആദ്യത്തെ 100-നകത്ത് റാങ്ക് ഇല്ലെങ്കിൽ അത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയോ ഒരു കുട്ടിയുടെയോ എന്റെയോ നിങ്ങളുടെ ആരുടെയോ മാത്രമല്ല, നമ്മുടെ ആ സമൂഹത്തിന്റെ തന്നെ വലിയൊരു പ്രശ്നമാണത്. എനിക്ക് നല്ല വിഷമമുണ്ട്. 100-നകത്ത് ഒരാൾ പോലും കേരളത്തിൽ നിന്ന് ഇല്ല എന്ന് പറയുമ്പോൾ അതിയായ വിഷമം ഉണ്ട്. നമ്മൾ ജില്ല കണക്കിന് തെക്കൻ, വടക്കൻ, മധ്യ കേരളം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കിടന്ന് തല്ലുപിടിക്കുന്നു. സിനിമ ഫൈറ്റുകൾ, ക്ലബ് ഫൈറ്റുകൾ, ക്രിക്കറ്റ് ഫൈറ്റ്, അതൊക്കെ വേണം, വേണ്ടതല്ല, അതൊക്കെ ആസ്വദിക്കുകയും വേണം. പക്ഷെ ഈ പഠനം എന്ന് പറഞ്ഞ വലിയൊരു സീരിയസ് കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പം നമ്മുടെ നാട് കുറെ പുറകോട്ട് പോകുന്ന ഒരു റിയാലിറ്റി ഉണ്ട്. അപ്പൊ അത് മാറണമെങ്കിൽ സിസ്റ്റം തന്നെ മാറണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഒരു കുട്ടിയുടെ പാഷൻ 8ാം ക്ലാസ്സിലെങ്കിലും മിനിമം തിരിച്ചറിയുക. വലിയൊരു സത്യസന്ധമായ കാര്യം ഞാൻ പറയാം. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അധ്യാപകര് നോർത്ത് സൈഡിലും തമിഴ്നാട്ടിൽ, ഈവൻ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അവരെന്നോട് പറഞ്ഞ കാര്യമാണ്, ഇവിടെ പലർക്കും അറിയാവുന്ന കാര്യമാണ്. കുട്ടികൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ +1 +2ന്റെ സിലബസ് പഠിച്ചു കഴിയും. 10 കഴിയുമ്പോൾ +1 +2ന്റെ സിലബസ് അവർ പഠിച്ചു കഴിയും. പിന്നെ +1 +2ൽ ആ കുട്ടികൾ പഠിക്കുന്നത് കംപ്ലീറ്റ്ലി എൻട്രൻസ്. അപ്പൊ നമ്മുടെ നാട്ടിലെ എല്ലാവരും ഇത് പഠിക്കണം എന്നാണോ? അല്ല. എൻട്രൻസ് പഠിക്കാൻ ആഗ്രഹമുള്ളവനെ അത് പഠിപ്പിച്ചാൽ മതിയെന്നേ. എൻട്രൻസ് ഇനിയും 10ൽ തന്നെ +1 +2 സിലബസ് പഠിപ്പിച്ച് തീർക്കണമെന്ന് ഇവിടെ ആർക്കും ഒരു വാശിയില്ല. പക്ഷെ 8ാം ക്ലാസ്സിൽ മര്യാദയ്ക്ക് സബ്ജക്ട് പഠിപ്പിക്കാമല്ലോ. 9ലും 10ലും അവന്റെ സബ്ജക്ട് മര്യാദയ്ക്ക് പഠിപ്പിക്കാമല്ലോ. അത് നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്നുണ്ടോ? ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. +1ന്റെ ബോർഡ് എക്സാം, മാരത്തോൺ, ഒരു മാരത്തോൺ, ആ മാരത്തോണം മതി കുട്ടികൾക്ക്. വേറെ അവർക്ക് അതിന് മുമ്പ് ഒന്നും പഠിക്കേണ്ട, കൺസെപ്റ്റ് പഠിക്കേണ്ട. അങ്ങനെ ആവരുത്. കതിരെ കൊണ്ട് വളം വെക്കരുത്. വളരെ സീരിയസ് ആയിട്ട് നിങ്ങളുടെ കുട്ടി ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം നിങ്ങൾ ആഗ്രഹിക്കുന്നു, ആ കുട്ടി പ്രോപ്പർ ആയിട്ട് 8ാം ക്ലാസ് തൊട്ട്, ഇപ്പൊ 8, 9, 10 പോട്ടെ, ഇപ്പൊ +1 +2 പഠിക്കുന്ന മക്കളോ അവരുടെ പേരൻസോ ഇത് കേൾക്കുന്നുണ്ട്, ഇത് ഇപ്പൊ തുടങ്ങണം നിങ്ങൾ പഠിച്ച്. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ 100-നകത്ത് വരുന്ന ഒരു റാങ്കിനകത്തേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതാണ് ഒരു റിയാലിറ്റി. ഓക്കെ, നമുക്ക് അത് ഇനിയും ഫ്യൂച്ചറിലേക്ക് പേരൻസും എല്ലാവരും എടുക്കേണ്ട തീരുമാനങ്ങളാണ്. ഇനി റിപ്പീറ്റ് റീറിപ്പീറ്റ്, അതായത് അങ്ങനെയുള്ള സ്റ്റുഡൻസിനാണ് ഞാൻ സാധാരണ പഠിപ്പിക്കാറുള്ളത്, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബാച്ചിലെ കുട്ടികളെയാണ് നമ്മൾ ഇന്ന് വരെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. നിങ്ങൾ റിപ്പീറ്റോ റീറിപ്പീറ്റോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് ക്വാളിറ്റികൾ നിങ്ങളുടെ ലൈഫിൽ വേണം. ഒന്നെന്ന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ റുട്ടീൻ. നിങ്ങൾക്ക് ഒരു സെൽഫ് ഡിസിപ്ലിൻ വേണം.
നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു റുട്ടീൻ വേണം. ആ റുട്ടീൻ നിങ്ങൾക്ക് ഒരു സ്റ്റഡി ഹാബിറ്റ് ഞാൻ വേണേൽ പറഞ്ഞു തരാം. നിങ്ങൾ എ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോ, ബി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോ, എക്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോ, നിങ്ങൾ വൈ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോ. ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും ഓരോ സ്റ്റഡി ഹാബിറ്റ് പറഞ്ഞു തരും. ഓ നല്ല കാര്യം, അടിപൊളി. പക്ഷെ സ്വന്തമായ ഒരു സ്റ്റഡി ഹാബിറ്റ് വേണം, സ്വന്തമായ ഒരു റുട്ടീൻ വേണം. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുക. ഇനി അതല്ല, സക്സസ്ഫുൾ മോഡൽ വേറൊരാൾ പറഞ്ഞു തരുന്നെങ്കിൽ കോപ്പി ചെയ്തോളൂ, നോ പ്രോബ്ലം. പക്ഷെ ആ റുട്ടീൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനുള്ള ഒരു മനസ്സ് അടുത്ത ഒരു കൊല്ലം നിങ്ങൾ കാണിക്കുക മക്കളെ. അതാണ് അന്ന് ചെയ്യേണ്ടത്. അത് റിപ്പീറ്റോ റീറിപ്പീറ്റോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. നിങ്ങൾ പാഷനേറ്റ് ആണ്, കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കോൺസെപ്റ്റ് ക്ലാരിറ്റി. ചുമ്മാതെ കുറെ ഇക്വേഷൻ കാണാൻ പഠിക്കുക, എന്തൊക്കെയോ കേട്ടോണ്ടിരിക്കുക. ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനല്ലേ, ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്തൊക്കെയോ കേൾക്കുന്നത്. സംശയം ഉണ്ടോടാ? ഇല്ല. എന്നാൽ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയത്തുമില്ല. അങ്ങനെ ആവരുത്. നിങ്ങൾ വളരെ സീരിയസ് ആവുക. അടുത്ത 2026 എക്സാമിനെങ്കിലും ആദ്യത്തെ 100-നകത്തോ 50-നകത്തോ ഓൾ ഇന്ത്യ റാങ്കിൽ നമുക്കും സ്കോർ വാങ്ങാൻ പറ്റണം. അത് ഞാൻ ഉൾപ്പെടെയുള്ള, നിങ്ങൾ ഉൾപ്പെടെയുള്ള ഈ സമൂഹം ചേഞ്ച് ചെയ്യണം, തീരുമാനിക്കണം. മനസ്സിലായി? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് എല്ലാവരും ഡോക്ടർ ആവണ്ടാന്ന്. അത് ഈ ചിലര് ചോദിക്കും, ഓ ഇപ്പൊ എല്ലാവരും ഡോക്ടർ ആവാൻ വേണ്ടി. അല്ലെന്നേ, ഇതിനോട് ആഗ്രഹമുള്ള, ഇത് പഠിക്കാൻ പാഷനുള്ള, ഡോക്ടറായേ പറ്റൂന്ന് തീരുമാനം എടുത്തിറങ്ങിയ മക്കളെ ഞങ്ങൾ കാണുന്നതല്ലേ. അവരോടാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്, അല്ല ബാക്കിയുള്ള ആരോടും അല്ല ഈ സംസാരിക്കുന്നത്. സിവിൽ സർവീസിന് പോകാൻ ആഗ്രഹിക്കുന്നവൻ അത് തീരുമാനിക്കൂ. വക്കീലാവേണ്ടവൻ ആ വഴി പൊക്കോന്നേ. അതാണ് ചെയ്യേണ്ടത് ഉറപ്പായിട്ടും. ഞങ്ങൾ ഡോക്ടർ ആവാൻ, എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്ന സയൻസ് സ്ട്രീമിലൂടെ പല മേഖലകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളോടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് ക്ലാരിറ്റി വേണം. ചുമ്മാതെ കാണാപ്പെടുത്തോ അല്ല വേണ്ടത്. ക്ലിയർ ആയിട്ട് ഫിസിക്സിന്റെ ഏത് കോൺസെപ്റ്റും എനിക്ക് പഠിപ്പിക്കാൻ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്റെ ക്ലാസ്സിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് അറിയാം നമ്മുടെ ക്ലാസ് ഒക്കെ എന്താണെന്ന്. ഞാൻ ഇരുന്നേറ്റ് എന്നെ സെൽഫ് ബൂസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, അതല്ല ഈ പറയുന്നത്. പക്ഷെ നിങ്ങൾ എവിടെ വേണേലും പഠിച്ചോളൂ. ഞാൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് നിങ്ങൾ ആരെങ്കിലും വരൂ, വാ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാ. ഞാൻ ഇന്നുവരെ ഒറ്റ സ്റ്റുഡൻസിനെ വിളിക്കുകയില്ല. അങ്ങനല്ല. സ്വയം തോന്നണം, സ്വയം തീരുമാനിക്കണം. ഇന്ന ആളുടെ അടുത്ത് അല്ല ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പോയി പഠിക്കാം, പക്ഷെ മെനക്കെടാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് ഉറപ്പാണ്. അടുത്തത് കൺസിസ്റ്റൻസി. അതായത് കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ആൻഡ് മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് ഒക്കെ വിടുക, ഇനി കുറച്ചുകൂടെ കഴിയട്ടെ. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് ഇല്ലയോ, നിങ്ങൾ നശിച്ചു. കൺസിസ്റ്റൻസി വേണം. ഇന്ന് അതായത് നമുക്ക് ഈ ആരംഭ ശൂരത്വം എന്ന് പറയും. എൻട്രൻസ് കോച്ചിങ്ങിന് അങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും എന്താ ആവേശം എന്നറിയോ. ആദ്യത്തെ ഒരാഴ്ചത്തെ നോട്ട് കാണണം, എന്താ പെർഫെക്ഷൻ. പിന്നില്ല. ആദ്യത്തെ ഒരാഴ്ച ഹൈലൈറ്റർ കൊണ്ട് കളർ ചെയ്യുന്നു, അണ്ടർലൈൻ ചെയ്യുന്നു, പെട്ടിക്കകത്ത് ഇക്വേഷൻ ഇടുന്നു. ഒരാഴ്ച അല്ല, മാക്സിമം ഒരു മാസം. അത് കഴിഞ്ഞ് വിട്ട്. എൻട്രൻസ് കോച്ചിങ് ഒരു വഴിക്ക്, നമ്മൾ വേറൊരു വഴിക്ക്. പാടില്ല. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒന്നാമത്തെ ദിവസമുള്ള നിങ്ങളുടെ ആവേശവും ആഗ്രഹവും ഒരു സമർപ്പണവും ഒക്കെ ഉണ്ടല്ലോ, അത് 365-ാമത്തെ ദിവസം വരെ കൊണ്ടുപോകാൻ ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പണിക്ക് നിൽക്കുക. അതുപോലെ സ്ട്രോങ് മെന്റൽ സ്ട്രെങ്ത്. അതായത് സ്ട്രോങ് മെന്റൽ സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ എക്സാം എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ +1 +2 പഠിച്ചപ്പോഴും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും, റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി നമ്മുടെ സ്കൂളിലെ വമ്പൻ തിമിംഗലങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ എൻട്രൻസിന് വേണ്ടി റിപ്പീറ്റോ റീറിപ്പീറ്റോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ ക്ലാസ് റൂമിലെ 100 പേരിൽ ചിലപ്പോൾ 90-ാമത് നമ്മളായി പോകാം ആദ്യം. കാര്യം നമ്മളെക്കാളും അജഗജാന്തര പഠിത്തം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നവൻ ആ ക്ലാസ്സിലുണ്ട്. അപ്പൊ നമ്മൾ പുറകോട്ടാവും. ചിലപ്പോൾ ചില എക്സാമുകൾക്ക് നമ്മൾ ഒത്തിരി പിന്നിലേക്ക് പോകാം. ഉടനെ അയ്യോ എല്ലാം കഴിഞ്ഞു, ആത്മഹത്യയാവും, അല്ലെങ്കിൽ എന്റെ ജീവിതം ഇവിടം കൊണ്ട് തീർന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത്. മറിച്ച് ഇന്ന് നിന്റെ ദിവസമാണെങ്കിൽ നാളെ എനിക്കൊരു ദിവസം ഉണ്ടാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ പണിക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് ഇറങ്ങരുത്. അതാണ് നിങ്ങൾക്ക് വേണ്ട അടുത്തൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെന്താ? റൈറ്റ് ഗൈഡൻസ് ആൻഡ് മെന്റർഷിപ്പ്. ചുമ്മാതെ ഞാൻ ഉൾപ്പെടെ ഉള്ള വ്യക്തികളുടെ കാര്യം പറഞ്ഞല്ല, ഞാൻ ആരെയും അധിക്ഷേപിക്കുകയൊന്നുമല്ല. ചുമ്മാതെ നിങ്ങൾ യൂട്യൂബിലെ സംസാരം കേട്ടിട്ട്, ഇൻക്ലൂഡിങ് മീ, ഞാൻ ഉൾപ്പെടെ ഉള്ള വ്യക്തിയാണെന്ന് ഞാൻ എടുത്തു പറഞ്ഞു. സംസാരം കേട്ടിട്ട് ആവരുത് നിങ്ങൾ അവിടെ പോയി ചാടേണ്ടത്. നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ, നിങ്ങളൊരു വ്യക്തിയുടെ അടുത്ത് പഠിക്കാൻ പോകുന്നുണ്ടോ, ഇത് സ്ഥാപനമായിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നിങ്ങൾ ഇതിനു മുമ്പ് അവിടുന്ന് പഠിച്ചിറങ്ങിയവരോട് ആത്മാർത്ഥമായി ചോദിക്കുക അവരുടെ എക്സ്പീരിയൻസ്. അപ്പൊ എന്താ, പഠിച്ചിറങ്ങിയവരോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കാന്ന് പറയുമ്പോൾ പഠിച്ച് നല്ല റാങ്ക് വാങ്ങി ഇറങ്ങിയവനോട് മാത്രം ചോദിക്കരുത്, നന്നായി പഠിച്ചവനോടും ചോദിക്കണം, പഠിച്ചിട്ടും റാങ്ക് കിട്ടാത്തവനോട് ചോദിക്കണം, ഉഴപ്പിയവനോടും ചോദിക്കണം. പഠിച്ചവനോട് അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള മുഴുവൻ കാര്യം കിട്ടും. പഠിച്ചിട്ടും സ്കോർ വാങ്ങാത്തവനോട് നിങ്ങൾ സംസാരിച്ചാൽ പഠനത്തിൽ അവന് പറ്റിപ്പോയ പാളിച്ചകളെ പറ്റി അവൻ അറിയാൻ പറ്റും. ഇനി അടുത്തൊരു വ്യക്തിയാണ് ഒരു വഴിക്ക് ഉഴപ്പി നടന്നത്. എന്തുകൊണ്ട് അവൻ ഉഴപ്പി? അവൻ ഉഴപ്പാൻ കാരണം അവനും വളരെ വലിയ സ്വപ്നത്തോടു കൂടിയായിരിക്കും അവിടെ എത്തിയത്. പക്ഷെ അവൻ അവിടെ ഉഴപ്പാൻ കാരണം അവൻ അവിടെ ഉഴപ്പാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ഉഴപ്പാനുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, ഇത് എനിക്ക് പറ്റിയ സ്ഥലമാണോ,
മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകാം. അതാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യം. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു കതിരെ കൊണ്ട് വളം വെക്കരുത്. അപ്പൊ കതിരെ കൊണ്ട് വളം വെക്കണ്ട. +1 +2 എനിക്ക് ആഗ്രഹമുണ്ട് നീറ്റ്. ഇപ്പം +1 പഠിക്കുന്ന കുട്ടി അല്ലെ ഒരു +2 പഠിക്കുന്ന കുട്ടിയാണ് നിങ്ങളെങ്കിൽ, അവരല്ലെങ്കിൽ അവരുടെ പേരന്റ് ആണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ മക്കൾ നീറ്റ് അല്ലെങ്കിൽ നിങ്ങൾ നീറ്റ്, ജെഇ, കീം, ക്യുവറ്റ്, ഐസർ, ഇതല്ലെങ്കിൽ NDA, ഇതല്ല +2 കഴിഞ്ഞ് വെച്ച് അവന് ഒരു പർട്ടിക്കുലർ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ട് അവന് ഇൻ ഫ്യൂച്ചറിൽ PSC എക്സാം എഴുതണം. PSC എക്സാം, SSC എക്സാം, ബാങ്ക് ടെസ്റ്റ്, ഇതൊക്കെ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിയുടെ പേരന്റോ ആണ് എന്നെ ഈ കേൾക്കുന്നതെങ്കിൽ, ഇപ്പോൾ ആ കുട്ടി +1 +2 പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ബാച്ച് നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ചുമ്മാതല്ല ഈ പറയുന്നത്, വളരെ കോൺഫിഡൻസോടെ തന്നെ സംസാരിക്കുക. കാര്യം ക്ലാസ് എടുക്കുന്നവരെല്ലാം നല്ല അടിപൊളി ഫാക്കൽറ്റീസാണ്. പിന്നെ നാട്ടിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പറയും കേരളാസ് നമ്പർ 1 ഫാക്കൽറ്റീസ്, എല്ലാവർക്കും നമ്പർ 1 ഫാക്കൽറ്റിയാണ്. ഞാൻ നമ്പർ 1 നമ്പർ 2 എന്ന് പറയുന്നില്ല. കുട്ടികളുടെ മനസ്സറിഞ്ഞ് കുട്ടികൾക്കൊപ്പം നിന്ന് കൺസെപ്റ്റ് പഠിപ്പിക്കാൻ കഴിവും മികവും ഉള്ള നല്ല അടിപൊളി എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് കുട്ടികളുടെ എണ്ണം ഒന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഒരു മിനിമം നമ്പർ ഓഫ് ബാച്ച് അല്ലെങ്കിൽ മിനിമം നമ്പർ ഓഫ് കുട്ടികളുണ്ട്. ആ കുട്ടികളെ നമ്മളുടെ കയ്യിൽ കിട്ടിയ പഠിപ്പിച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കി അവരുടെ കയ്യിൽ കൊടുക്കും എന്നുള്ളത് 100% ഉറപ്പിച്ചിട്ടാണ് ഈ പണിക്ക് തന്നെ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. വേറെ നല്ല ജോലി ഉണ്ടായിരുന്നത് റിസൈൻ ചെയ്തിട്ടാണ് ഞാനും എൻ്റെ ഈ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് ഈ സ്വപ്ന സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. സോ എനിക്ക് +1 +2 കൂടെ പഠിക്കുന്ന മക്കളോടും അതേപോലെ ഇനിയും റിപ്പീറ്റോ റീറിപ്പീറ്റോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളോടാണ് പറയാനുള്ളത്, നന്നായി പഠിക്കാൻ തീരുമാനമെടുക്കുക. നല്ല കൺസിസ്റ്റൻസി വേണം. കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് ഒരു ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. എന്നെ തന്നെ വിളിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സ് അക്കാഡമികളൊക്കെ വിളിക്കുക, പഠിക്കുക, ആത്മാർത്ഥമായി പഠിക്കുക. വൺസ് അഗെയിൻ ഞാൻ പേരൻസിനോടും സ്റ്റുഡൻസിനോടും പറയുന്നു, നിങ്ങൾ ഇത് കേൾക്കുന്ന പേരൻസിനോട് അല്ലെങ്കിൽ സ്റ്റുഡൻസ് അവരുടെ അനിയന്മാരോടൊക്കെയാണ് പറയുന്നത്, 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് തൊട്ടേ 8ലെങ്കിലും പ്രിപ്പറേഷൻ തുടങ്ങിയ അടിപൊളി, റിപ്പീറ്റ് പോലും ചെയ്യേണ്ട. +2 കഴിയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് നിങ്ങൾ എത്തും. ഇനി അതല്ല +1 +2 എത്തി നിൽക്കുന്ന മക്കളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഇന്നെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാൻ പറ്റും. അടുത്തൊരു 5 കൊല്ലം ഒന്നും വേണ്ട, അടുത്തൊരു 2-3 കൊല്ലത്തിനുള്ളിൽ ഇന്ന് 100-നകത്തേക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താത്ത കേരളത്തിനെ 25-നകത്ത് നമുക്ക് എത്തിക്കാൻ പറ്റും. നമുക്കെന്ന് ഉദ്ദേശിച്ചത് ഞാൻ, നീ, നിങ്ങൾ, പേരൻസ്, കുട്ടികൾ, കേരളത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഒരുമിച്ച് വർക്ക് ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്. കണ്ടുമുട്ടാം. ഓൾ ദ വെരി ബെസ്റ്റ്.